അലയൻസ് ഗ്രൂപ്പ് ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റിൽ പോവർട്ടി റൗണ്ടിൽ ഇന്നെത്തുന്ന കണ്ടസ്റ്റന്റ് ജോമോൻ. ജോമോന്റെ ഇന്നത്തെ സ്റ്റോറി എന്താണ്? മലമ്പണ്ടാരങ്ങളെ കുറിച്ച്, ആദിവാസി കോളനി, മൂഴിയാർ ആദിവാസി കോളനി, അതിനെക്കുറിച്ച് എടുത്തിരിക്കുന്നു. പോവർട്ടി റൗണ്ടിൽ ജോമോന്റെ സ്റ്റോറി കാണാം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഈ ചൊല്ല് ഏറ്റവും യോജിക്കുന്നത് ആദിവാസികളുടെ കാര്യത്തിലാണ്. ഭാരത സർക്കാർ കഴിഞ്ഞ 60 വർഷങ്ങളായി ആദിവാസി ക്ഷേമത്തിനായി ചിലവഴിച്ച തുക വീതിച്ചു നൽകിയിരുന്നെങ്കിൽ ഓരോ ആദിവാസിക്കും 5-6 ലക്ഷം രൂപ വെച്ച് വീതം കിട്ടുമായിരുന്നെന്ന വിലയിരുത്തൽ തമാശയായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഓരോ വർഷം കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആദിവാസികളിലെത്തുന്നില്ല. വിദ്യാഭ്യാസവും തൊഴിലും സാമൂഹ്യ പുരോഗതിയും ആദിവാസികൾക്ക് ഇനിയും നേടാനായിട്ടില്ല. കാടിന്റെ നേരുമാത്രം അറിയുന്ന ഇവരെ നാട്ടുജനത നിരന്തരം പറ്റിക്കുകയാണ്. നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ മലമ്പണ്ടാരങ്ങളുടെ കോളനിയിലേക്ക്. ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഇവർ കാട്ടാനകളുടെ ശല്യം കാരണം ഇന്ന് പലയിടങ്ങളിലായി. ഇവരുടെ ജീവിതം ഇങ്ങനെ അന്നത്തിന് വകതേടി കാട്ടിലേക്ക്. ദിവസങ്ങൾക്ക് ശേഷം തിരികെ. ഒന്നും കിട്ടിയില്ല, ഒരു നിവൃത്തിയില്ല. ഇനി യാത്ര വിൽപ്പനശാലയിലേക്ക്. 5-6 ദിവസത്തെ അധ്വാനത്തിന്റെ മിച്ചം ദാ ഇങ്ങനെ. ഇനി ചില ആദിവാസി കുടിലുകളിലേക്ക്. ഭർത്താവ് തേൻ നോക്കാൻ കാട്ടിപ്പോയി. അതോ നേരം എടുത്ത് ഒന്നും കഴിക്കാതെ 6 മണി വരെ ഈ പട്ടിണി തിന്ന് നടന്നോളൂ. വൈകിട്ടാ വന്ന് പിന്നെ ഒരു നേരം ആഹാരം വന്ന് കഴിക്കുന്നത്. ഇതുകൊണ്ടത് നല്ലതാ. ഈശി ചെത്തി കഴുകി പിള്ളേർ ഉപയോഗിച്ച് കൊടുക്കുക. എത്ര കാലം കൊണ്ട് ഓരോരുത്തരും ഒരു തല തയ്ക്കാൻ ഒരു കട്ടടം ഉണ്ടാക്കി തരിക. 3-4 വർഷം മുമ്പ് വരെ കാട്ടിപ്പോകുമായിരുന്നു. കാട് കൊണ്ടാ ഞങ്ങള് ജീവിക്കുന്നത്. കാടിന്റെ മക്കള് കാട് കൊണ്ട് തന്നെ ജീവിക്കുക. ഇപ്പൊ ഇത് കണ്ടോ, ആനെ പേടിച്ച് ഓടി തന്നല്ലേ. അരി ഒരുപാട് നാളുകൊണ്ടാ ഈ പ്രാവശ്യം കുറച്ച് അരി കൊണ്ടുവന്നേ. ഇനിയിപ്പോ അടുത്ത വർഷം കൊണ്ടുവരും അവർക്ക് തോന്നുമ്പോ. എല്ലാം പട്ടിണി കിടന്ന് കാട്ടിൽ കയറിയ മാന്തലൊന്നും ഇല്ല. മാന്തി നിലത്തൂടെ നോക്കി നടന്നില്ലെങ്കിൽ കുഴി വീഴും. അതുപോലെ കഴിയുന്നേ. പനയില്ല അടിക്കാൻ. കൊച്ചുകുട്ടികളെ 5, 6, 7 മക്കളുള്ള തള്ളയും തന്തി. അതുങ്ങളുടെ വയറ് കൊത്താൻ എന്താ ചെയ്യുന്നേ? അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് 10,000 രൂപ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. 1900 രൂപ എന്നാ പറഞ്ഞത്. 500 രൂപ. എന്നിട്ട് പൈസ തീർന്നെന്നാ പറഞ്ഞത്. വിനോദ് കുമാർ സാറാ. പ്രശ്നങ്ങളുടെ സത്യാവസ്ഥയറിയാൻ ഞങ്ങൾ ആദിവാസി ക്ഷേമ ഓഫീസർമാരെ സമീപിച്ചു. നമ്മൾ എന്ത് കൊണ്ടു കൊടുക്കാനും കുറെ കഴിയുമ്പോൾ അത് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് കൊടുത്ത് ഒരു പ്രാവശ്യം ഫോട്ടോ എടുക്കും. മങ്കരുടെ ഗുരുകാശാസ്ത്രം 5 വയസ്സ് അനുവദിച്ചിട്ടില്ല. മൂഴിയാർ കോളനിയിലേക്ക് ഞാൻ പോയിട്ട് ഇപ്പം 1.5 മാസമായി. ഇപ്പൊ ഇവർക്ക് ഇത്ര രൂപ ചികിത്സ ആയി, അല്ലെങ്കിൽ ഇത്ര രൂപ ആയിട്ടുണ്ട് എന്നുള്ളൊരു തെളിവ് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇപ്പൊ സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യന് സാറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെത്തിയ ഞങ്ങൾ കണ്ടത് മദ്യത്തിന്റെ ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട യുവാക്കളെ. ഇവർക്ക് മദ്യം നൽകുന്നത് സൊസൈറ്റി നടത്തുന്നയാൾ തന്നെയാണെന്ന് ആദിവാസി സ്ത്രീ വെളിപ്പെടുത്തി. എങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പറയാൻ അവർ ഭയപ്പെട്ടു. മലഞ്ചരക്കിന് പകരം സാധനങ്ങൾ, മിച്ചം പണത്തിന് മദ്യവും. മദ്യത്തിന്റെ ലഹരിയിലും അവർക്ക് പറയാനുള്ളത് തങ്ങളുടെ പട്ടിണിയുടെയും ചൂഷണത്തിന്റെയും കാര്യങ്ങൾ. 3 മാസമായി നമുക്ക് അരി നമ്മുടെ ഇപ്പൊ സർക്കാരിൽ നിന്ന് കൊണ്ടുവരുന്ന അരി എടുത്ത് ആ വീട്ടും വെച്ച് പിന്നെ നമ്മളെ കൂടെ ഉപദ്രവിക്കുക. അവരെ ഇരിക്കുന്ന പഴയ അരി നമ്മുടെ ചാക്കിനകത്ത് ഇടുക. അത് നടക്കില്ല. അപ്പൊ അവന്റെ ഭാര്യ കൃത്യമായിട്ട് അവന് വേണമെന്ന്. ഇവിടെ എന്തു ചെയ്യാം? മദ്യമാണ് ആദിവാസിയുടെ ഏറ്റവും വലിയ ദൗർബല്യം.
ഓരോ ദിവസം ചെല്ലുന്തോറും ആദിവാസി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മലയാളിക്കൊരു മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട്, മലയാളി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നവനായതുകൊണ്ട്, മലയാളിക്ക് ഒരു അധികൃതരെ ഭയമില്ലാത്തതുകൊണ്ട്, ശക്തമായൊരു ഭരണകൂടം, ശക്തമായൊരു ഭരണകൂടം മുകളിൽ ഇല്ലാത്തതുകൊണ്ട്, പിന്നെ മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ട്. സംരക്ഷകരായി സർക്കാർ ചുമതലപ്പെടുത്തിയവർ തന്നെ ഇവരെ ചൂഷണം ചെയ്യുകയാണ്. ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരും ചാരായമോ പുകയിലയോ കൊടുത്താൽ ഏതു പേപ്പറിലും വിരലടയാളം പതിക്കുന്നവരായി നിലനിൽക്കേണ്ടതും പലരുടെയും ആവശ്യമാണ്. ഇവരാണ് ഈ നാടിന്റെ യഥാർത്ഥ അവകാശികൾ, കാടിന്റെ മക്കൾ, ദാരിദ്ര്യം മാത്രമുള്ളവർ. ഇവരുടെ കാടും നാടും നമ്മൾ കയ്യേറിയവരാണ്. ഇനിയെങ്കിലും ഇവരെ മനുഷ്യരായി കാണാൻ നാം തയ്യാറാകണം. സിറ്റിസൺ ജേർണലിസ്റ്റ് എസ് ജോമോൻ. ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ പോവർട്ടി റൌണ്ടിൽ ജോമോന്റെ റിപ്പോർട്ടാണ് നാം കണ്ടത്. ജോമോന്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിലയിരുത്തലിലേക്ക് വരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.